ചിങ്ങം പിറന്ന് ഓണം പടിവാതിൽക്കലെത്തിയതോടെ വിപണനമേളകൾ സജീവമായി. നെയ്യാറ്റിൻകരയിൽ നിംസ് മെഡിസിറ്റി ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണനമേള ശ്രദ്ധ നേടുകയാണ്. ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ, തൊഴുക്കൽ മൺപാത്രം, പഴക്കക്കാരിൽ നിന്നും പകർന്നൊരുക്കിയ ഹെർബൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിങ്ങനെ നീളുന്നു ഇവിടുത്തെ വിപണനമേളയിലെ കാഴ്ചകൾ. തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിങ്ങം 1 തുടക്കം കുറിച്ച മേള 10 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇതിപ്പോ 4ാം ദിവസമാണ്. പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് ഇവിടെ ഉള്ളത്. മൺപാത്രം ആയാലും, ഖാദി ആയാലും, കൈത്തറി ആയാലും, നമ്മുടെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളായാലും എല്ലാത്തിനും മികച്ചൊരു പ്രതികരണമാണ് ഇവിടെ കിട്ടുന്നത്. ആൾക്കാർ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതും നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നതും. നല്ലൊരു പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ തന്നെ പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഹെർബൽ കാജൽ, സോപ്പുകൾ, വൈറ്റമിൻ സിറം, ബാലരാമപുരത്തിന്റെ തനത് വസ്ത്രങ്ങളായ കൈത്തറി സാരികൾ, കസവ് സാരികൾ, മുണ്ടുകൾ, ഖാദി ഉൽപ്പന്നങ്ങൾ, മൺപാത്ര ശില്പകലയിൽ പേരുകെട്ട തൊഴുക്കൽ മൺപാത്ര ഉൽപ്പന്നങ്ങൾ, മൺവിളക്കുകൾ, വിവിധതരം ചട്ടികൾ, ദേവരൂപങ്ങൾ, മൺചിരാതുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൈത്തറി, ബാലരാമപുരം കൈത്തറിയാണ് ഏറ്റവും കൂടുതൽ ഇത് മുന്നിട്ട് നിൽക്കുന്നത്. ബാലരാമപുരം കൈത്തറി സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നമ്മൾ തമിഴ്നാട്ടിൽ പോലും ഏറ്റവും പേര് കേട്ട ഒരു രീതിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു സ്റ്റാള് കണ്ടക്ട് ചെയ്തപ്പോഴേക്കും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിലേക്ക് കൂടുതൽ ഇതാക്കുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ കൈത്തറിയെ കൂടുതൽ ഇതാക്കുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള ഇതും കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള അപ്രിസിയേഷനും കിട്ടുന്നുണ്ട് എല്ലാവരിൽ നിന്നും. കേരള, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിപണനമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നത്. കളക്ഷൻலாம் நல்லா இருக்கு. அதெல்லாம் இங்க வந்து பார்த்தோம். இந்த சாரி பிடிச்சி எடுத்துட்டு போறோம். நாங்க மாத்தாண்டம் மின்சரையில இருந்து. ஆமா, തമിഴ്നാട്. പൊതുവിപണിയിൽ നിന്നും വിലക്കുറവിൽ ആനുകൂല്യങ്ങളോടെ ഉപഭോക്താക്കൾക്ക് സാധനം നേരിട്ടെത്തിക്കുക എന്നതാണ് മേളയുടെ പ്രധാന ലക്ഷ്യം. പരമ്പരാഗത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ മേളയ്ക്ക് ഇതിനോടകം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.